ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനെ രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 30 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് DS ഈറെ. ചിത്രം രണ്ടാമത്തെ ശനിയാഴ്ച കൂടി 9ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തും എല്ലാം തന്നെ ആദ്യ വാരത്തിന് തുല്യമായ സ്ക്രീൻ കൗണ്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്നലെ കളക്ട് ചെയ്തത് 1,75,00,000 രൂപയായിരുന്നു. ആദ്യ 8 ദിവസം കൊണ്ട് 26,15,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിരുന്നത്. വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 56,10,00,000 കളക്ട് ചെയ്യുന്ന ഈ സിനിമ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 4 കോടിക്ക് മുകളിലായിരുന്നു. അങ്ങനെ 8 ദിവസം കൊണ്ട് 60 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം 9ാം ദിവസം എന്ന ശനിയാഴ്ച കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തും ഈ സിനിമയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2,60,00,000 റേഞ്ചിലാണ്. അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 28,75,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് DS ഈറയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5,5-6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 66 കോടിക്ക് മുകളിൽ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ 10ാം ദിവസമായ നാളെ ഞായറാഴ്ചയോടെ 70 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഷറഫുദ്ദീൻ നായകനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി ഇപ്പോഴും മികച്ച കളക്ഷൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 23 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 11,52,00,000 രൂപയായിരുന്നു. 24ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ 11,75,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഇന്നലെ നവംബർ 7 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയ ബോളിവുഡ് സിനിമയാണ് ഹക്ക്. സുബാൻ വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, ഷീബ ചദ്ദ, യാമി ഗൗതം, വർദ്ധിക സിംഗ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 1,75,00,000 രൂപയും ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 2,10,00,000 രൂപയുമായിരുന്നു. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 3.5 കോടി റേഞ്ചിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ 6 കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വിദേശ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആദിത്യ സർപോത്കാർ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ഹൊറർ റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദിഖി, പരേഷ് റാവൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മൊഡോക്കോ ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്റർ കൂടിയാണ്. ആദ്യഘട്ടത്തിൽ മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷൻ പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് ഉണ്ടായത്. സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 152,95,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 18 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 177 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 145 കോടി രൂപയാണ്. നിലവിൽ ഈ സിനിമ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. തമ്മ സിനിമയ്ക്കൊപ്പം ദീപാവലി റിലീസായി ഒക്ടോബർ 21 ചൊവ്വാഴ്ച തിരഞ്ഞെടുത്ത മറ്റൊരു ബോളിവുഡ് സിനിമയാണ് ഏക് ദീവാനെ കി ദീവാനിയത്ത്. മിലാബ് സവേരി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹർഷവർദ്ധൻ റാണെ, സോനം ബജ്വ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 85,50,00,000 രൂപയും വിദേശ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 15 കോടി രൂപയുമാണ്. ടോട്ടൽ 100,50,00,000 രൂപയാണ് ആദ്യ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. 25 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ അങ്ങനെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധനുഷ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ 1 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. OTT റിലീസ് പൂർത്തിയാക്കിയ ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 48,50,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 3,75,00,000 നേടിയെടുത്ത ഈ സിനിമ കർണാടകയിൽ കളക്ട് ചെയ്തത് 5 കോടി രൂപയാണ്. കേരള കളക്ഷനായി 1,05,00,000 നേടിയെടുത്ത ഈ സിനിമ ഓവർസീസ് കളക്ഷനായി $1.35 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 12 കോടി രൂപ. ടോട്ടൽ 71,10,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തിശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് ഡ്യൂഡ്. ഫൈനൽ റണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ 21 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 60,75,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 18,20,00,000 രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 6,30,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കേരള കളക്ഷനായി 4,25,00,000 നേടിയെടുത്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 96,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഓവർസീസ് കളക്ഷനായി $3.2 മില്യൺ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതായത് 28,25,00,000 രൂപ. അങ്ങനെ 21 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 118,75,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.